നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്നിരിക്കെ പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ 38ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന യോഗം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും വേൾഡ് മലയാളി ഫെഡറേഷനും ചേർന്ന് ചേർത്തല നഗരസഭയുടെ സഹകരണത്തോടെ നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. സ്വിം കേരള സ്വിം എന്ന പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ 7 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഹൈപവർ നീന്തൽ പരിശീലനം നൽകാനാണ് പദ്ധതിയെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, പെൻഷനായവരുടെ അടച്ച തുക വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ശലഭക്കൂട്ടം എന്ന പേരിൽ ഏകദിന ഉല്ലാസ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയെ തുടർന്ന് കുട്ടികൾക്കായി മാജിക് ഷോയും അരങ്ങേറി. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്നിരിക്കെ പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്നിരിക്കെ പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിനും +1 ബാച്ചുകൾ അനുവദിക്കുന്നതിനുമടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സർക്കാരിന് ആവശ്യപ്പെടാം. എന്നാൽ ചട്ടത്തിന്റെ പേര് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും സർക്കാർ പിന്മാറുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടു കൂടി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ അല്ലെങ്കിൽ +1 പുതിയ ബാച്ച് അനുവദിക്കുന്നതിന് എന്ത് പെരുമാറ്റച്ചട്ട പ്രശ്നമാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട അവർക്ക് അനുവദിക്കില്ല. അപ്പം പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഈ നടപടി ശരിയല്ല. മഴക്കാലത്തിന് മുൻപ് ജലജന്യ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരവുമില്ല. ആർക്കും നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്നുവെന്നും ഇതൊന്നും നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിയാത്ത ദുസ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും രമേശ് ചെന്നിത്തല MLA കുറ്റപ്പെടുത്തി. മഴക്കാലത്തിന് മുമ്പ് ജലജന്യ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ ഉണ്ടാകും. അതുണ്ടായിട്ടില്ല. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. +1 പ്രവേശനത്തിനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല. നാട്ടിലെ ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും വെല്ലുവിളികൾ ഉയർത്തുകയാണ് ജനങ്ങൾക്ക് നേരെ. ഇതൊന്നും നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിയാത്ത ഒരു ദുസ്ഥിതിയാണ് കാണാൻ കഴിയും. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ, സഞ്ജീവ് ഭട്ട് എന്നിവരും രമേശ് ചെന്നിത്തല MLAക്കൊപ്പം ഉണ്ടായിരുന്നു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ 38ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന യോഗം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ 38ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്നു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N. വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 29-30 തീയതികളിൽ ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. P. ബാലകൃഷ്ണപിള്ള, S. രാജേന്ദ്രൻ, PS. ഉദയകുമാർ, സോമനാഥപിള്ള, K. രഘുനാഥ്, PD. ശ്രീനിവാസൻ, G. ഗിരികുമാർ, AM. ഷിറാസ്, നഹാസ്, പയസ് നെറ്റോ തുടങ്ങിയവർ സംസാരിച്ചു.
മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും വേൾഡ് മലയാളി ഫെഡറേഷനും ചേർന്ന് ചേർത്തല നഗരസഭയുടെ സഹകരണത്തോടെ നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. സ്വിം കേരള സ്വിം എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ 7 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഹൈ പവർ നീന്തൽ പരിശീലനം നൽകാനാണ് പദ്ധതിയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ജലസംബന്ധമായ അപകടങ്ങളെ നേരിടുക എന്ന ലക്ഷ്യത്തോടെ സാഹസിക നീന്തൽ താരം SP മുരളീധരന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും വേൾഡ് മലയാളി ഫെഡറേഷനും ചേർന്ന് ചേർത്തല നഗരസഭയുടെ സഹകരണത്തോടെ നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. സ്വിം കേരള സ്വിം എന്ന പദ്ധതിയിലൂടെ 7 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഹൈ പവർ നീന്തൽ പരിശീലനം നൽകും. ഫസ്റ്റ് എയ്ഡ്, CPR എന്നിവയിലും പരിശീലനം നൽകുന്നുണ്ട്. 19 മുതൽ 31 വരെ ചേർത്തല പഴംകുളത്താണ് പരിശീലനം. 19 രാവിലെ 8:30 കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ചേർത്തല നഗരസഭയുടെ വിവിധ വാർഡുകളിലെ തിരഞ്ഞെടുത്ത 150 കുട്ടികൾക്ക് രാവിലെ 6 മുതൽ 8 വരെ വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് പരിശീലനം നൽകുന്നത്. വാർഡ് കൗൺസിലർ മുഖേനയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. പഠനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും കഴിവ് തെളിയിക്കുന്നവർക്ക് വിദഗ്ധ പരിശീലനവും നൽകുമെന്നും സാഹസിക നീന്തൽ താരം SP മുരളീധരൻ, ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ TS അജയകുമാർ, മൈൽസ്റ്റോൺ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് VS ദിലീപ് കുമാർ, സെക്രട്ടറി R. പൊന്നപ്പൻ, KK ഗോപിക്കുട്ടൻ, തകഴി ബാബു തുടങ്ങിയവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജലസമൃദ്ധമായ നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. എന്നിരിക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നീന്തൽ അറിയാതെ ജലസംബന്ധമായിട്ടുള്ള അപകടങ്ങളിൽ മുങ്ങി മരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം ശരാശരി 2000-ലധികം കുട്ടികളും യുവാക്കളും ഒക്കെയാണ് ജലസംബന്ധമായ അപകടങ്ങളിൽ അവരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുന്നത്. അതിൽ കുട്ടികളും യുവാക്കളുമാണ് ധാരാളം എന്നുള്ളതാണ് വളരെ വേദനാജനകം. കഴിഞ്ഞ 6 വർഷത്തെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ 12,000-ഓളം ആൾക്കാരാണ് നമ്മുടെ സംസ്ഥാനത്ത് മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയാനകമായ വിധം ഉയരുന്ന ഒരു മരണക്കണക്കുകളാണ് ഈ മുങ്ങി മരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഈ സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ് സംഘടന ഉദ്ദേശിക്കുന്നത്. ഈ സംഘടന രൂപപ്പെടുത്തിയത് തന്നെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യരായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയാണ് ഈ സംഘടന തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, പെൻഷനായവരുടെ അടച്ച തുക വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസ് പടിക്കലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, പെൻഷനായവരുടെ അടച്ച തുക വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ KUWSA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ജില്ലാ ഓഫീസ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CV രാജു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒരു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവൻ 60 വയസ്സായി പെൻഷനായി കഴിഞ്ഞാൽ ആ നിർമ്മാണ മേഖലയിൽ തൊഴിലാളി നമ്മുടെ ക്ഷേമ ബോർഡിൽ അടച്ചിട്ടുള്ള പൈസ അവന് ആ പെൻഷനാകുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ യഥാസമയം അത് കൊടുക്കുവാനോ അല്ലെങ്കിൽ വേണ്ട ആനുകൂല്യങ്ങൾ ഏതാണ്ട് 13ഓളം ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ബോർഡിൽ നിന്നും അംഗങ്ങൾക്ക് കൊടുത്തു വരുന്നത്. മരണാനന്തര സഹായം, മരണമായിട്ട് ബന്ധപ്പെട്ട് പെൻഷൻ, 2 പെൻഷൻ പദ്ധതികളാണ് ഈ ക്ഷേമ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് മരണപ്പെടുന്ന ജില്ലാ പ്രസിഡന്റ് K. ജയദേവൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു, V. സതീശൻ, PV തമ്പി, M. മുജീബ് റഹ്മാൻ, TJ ജെയിംസ്, ഡേവിഡ് ജോൺ, R. അണ്ണാദുരൈ തുടങ്ങിയവർ സംസാരിച്ചു. R. രാജീവ്, R. ജയൻ, PV അഭിലാഷ്, CB മാത്യു, ആനന്ദൻ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണ കാലതാമസം ഒഴിവാക്കുക, കെട്ടിട ഉടമകളിൽ നിന്നും സെസ് പിരിച്ചെടുക്കൽ വേഗത്തിലാക്കുക, സെസ് പിരിക്കലിലെ ഉദാസീനത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിൽ ഉന്നയിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ശലഭക്കൂട്ടം എന്ന പേരിൽ ഏകദിന ഉല്ലാസ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ശലഭക്കൂട്ടം എന്ന പേരിൽ ഏകദിന ഉല്ലാസ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്നത്തെ ഈ തിരക്കേറിയ ജീവിതത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ വൈസ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ അതായത് ഈ ഒരു സ്ക്രീൻ അഡിക്ഷൻ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അത് മൊബൈലിൻ്റെ രൂപത്തിലായാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ രൂപത്തിലായാലും അല്ലെങ്കിൽ TV-യുടെ രൂപത്തിലായാലും ഒക്കെ മനുഷ്യരുടെ നല്ലൊരു സമയത്തെ കാർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും വാർത്തകൾ പങ്കിടുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വിശേഷങ്ങൾ പങ്കിടുന്നതിന് വേണ്ടിയിട്ടും ഒന്നും ആർക്കും സമയം ഇപ്പോൾ കണ്ടെത്താനായിട്ടില്ല. ജവഹർ ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ S. വാഹിദ് ചടങ്ങിൽ അധ്യക്ഷനായി. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100-ലധികം കുട്ടികൾ ശലഭക്കൂട്ടം ഉല്ലാസ പഠന ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഭാഗമായി മജീഷ്യൻ ദീപുരാജിന്റെ നേതൃത്വത്തിൽ ഇന്ദ്രജാലത്തിന്റെ വിസ്മയം തീർത്ത മാജിക് ഷോയും മറ്റ് കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്നിരിക്കെ പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ 38ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന യോഗം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും വേൾഡ് മലയാളി ഫെഡറേഷനും ചേർന്ന് ചേർത്തല നഗരസഭയുടെ സഹകരണത്തോടെ നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. സ്വിം കേരള സ്വിമ്മിനെ പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ 7 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഹൈപവർ നീന്തൽ പരിശീലനം നൽകാനാണ് പദ്ധതിയെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, പെൻഷനായവരുടെ അടച്ച തുക വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ശലഭക്കൂട്ടം എന്ന പേരിൽ ഏകദിന ഉല്ലാസ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയെ തുടർന്ന് കുട്ടികൾക്കായി മാജിക് ഷോയും അരങ്ങേറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.